ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നേദിയാസ് മാജിക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്നാക്ക് ഐറ്റം ആയിട്ടാണ് കേട്ടോ. നമുക്ക് വളരെ പെട്ടെന്ന് അരിപ്പൊടി കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു സ്നാക്ക് ഐറ്റമാണ് നമ്മളിന്ന് ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 1.5 ഗ്ലാസ് പാലാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. 1.5 ഗ്ലാസ് പാൽ നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നല്ല തിളച്ച് വരണം. അപ്പോൾ അതിന് മുമ്പ് നമുക്കിതിൽ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യണം. നമ്മളിത് 1 കപ്പ് അരിപ്പൊടിക്കാണ് ഈ സ്നാക്ക് ചെയ്യുന്നത്. അപ്പം 1 കപ്പ് അരിപ്പൊടിക്ക് 1.5 കപ്പ് പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ചേർക്കുന്നത് 1/2 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു നോർമൽ മധുരമായിരിക്കും. അപ്പോൾ നല്ല മധുരം വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടി പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിന് പഞ്ചസാരയൊക്കെ നന്നായി അലിഞ്ഞൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ നമ്മുടെ പാല് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ പരന്ന പാത്രത്തിലായതുകൊണ്ട് ഇതൊന്നും തൂകിപ്പോകില്ല. ഇപ്പോൾ പഞ്ചസാരയൊക്കെ അലിഞ്ഞ് നന്നായി ഒരു തിള വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് 1 സ്പൂൺ ഏലക്കാപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ പക്ഷേ ഇവിടെ ഏലക്ക ചേർക്കുന്നില്ല. അപ്പോൾ ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അതുകൂടി ചേർത്ത് കൊടുക്കാം ഇതിൽ. അപ്പോൾ ഞാനിതിലേക്ക് ഇനി 1 കപ്പ് അരിപ്പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ബാക്കി അരിപ്പൊടി ചേർക്കാം കേട്ടോ. ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കട്ട കിട്ടും. അതുപോലെ തന്നെ ഫ്ലെയിമും ശ്രദ്ധിക്കണം കേട്ടോ. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഇത് ചെയ്യാൻ. ഇല്ലെങ്കിൽ ഇത് തന്നെ പെട്ടെന്ന് കട്ട പിടിക്കാൻ അല്ലെങ്കിൽ അടി പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി അരിപ്പൊടി കൂടി ഇതിലേക്കിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഓൾ എന്ന ഓപ്ഷനും സെലക്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ കേട്ടോ. ഞാനിതിലേക്ക് 1.5 സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അത് ഓപ്ഷണലാണ് കേട്ടോ. പക്ഷെ നെയ്യും കൂടി ചേർക്കുമ്പോൾ നമ്മളുടെ സ്നാക്കിന് നല്ലൊരു സോഫ്റ്റ്നെസ്സും നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചേർത്തുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. തികച്ചും ഓപ്ഷണലാണ്. ഇതിപ്പോൾ ഒന്നുകൂടി നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പാലൊക്കെ നന്നായി വറ്റിയ മാവിൽ പിടിച്ച് നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ മാവ് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോഴും നല്ല ചൂടുണ്ട് കേട്ടോ. നമുക്ക് കൈ കൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് ഓരോ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിന് ഇത് ആക്കാം കേട്ടോ. ഞാനിപ്പോൾ ബോൾസായിട്ട് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പരന്ന ഷേപ്പിന് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഏത് ഷേപ്പായാലും പ്രശ്നമൊന്നുമില്ല. അതുപോലെ തന്നെ ബോൾസായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ബോൾസിൻ്റെ സൈസും നമുക്ക് ഇഷ്ടമുള്ളതുപോലെ എടുക്കാം. വലുത് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, കുഞ്ഞത് വേണമെങ്കിൽ അതുപോലെ ചെയ്യാം. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസ്, ഈ ഒരു കുഞ്ഞ് സൈസിലുള്ള ബോൾസായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഫുൾ മാവ് ചെയ്യണം കേട്ടോ. ഞാൻ വൈറ്റ് ബോൾസ് കുറച്ച് ചെയ്ത് വെച്ചു കേട്ടോ. അപ്പോൾ ബാക്കിയിരിക്കുന്ന മാവിൽ ഞാൻ 1 നുള്ളു മഞ്ഞപ്പൊടി പാല് കലക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതും ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇത് ഓപ്ഷണലാണ് കേട്ടോ. ഞാൻ വെറുതെ ഒരു കളർ കിട്ടാൻ, ഒരു അപ്പിയറൻസിന് വേണ്ടിയിട്ട്, കുറച്ച് കളറിന് വേണ്ടിയിട്ട് ചെയ്തു എന്നേ ഉള്ളൂ. കുറച്ച് മാവിൽ ഞാൻ അതുപോലെ ഓറഞ്ച് കളറാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് അതും ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ ഞാനിത് വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഒരു അപ്പിയറൻസിന് വേണ്ടി മാത്രമാണ് കളർ ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ നിങ്ങളത് ചെയ്യണമെന്നില്ല കേട്ടോ. ഞാനിപ്പോൾ ഇതുപോലൊരു പാത്രത്തിൽ വെച്ചിട്ടാണ് ഇത് സ്റ്റീം ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ എനിക്ക് ഇഡ്ഡലി തട്ടിൻ്റെ കൂടെ കിട്ടിയ പാത്രമാണ്. അപ്പോൾ ഇതിൽ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാനിതിൽ കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊരു 10 മിനിറ്റ് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കണം. ഞാനിവിടെ ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച സ്വീറ്റ് ബോൾസ് ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു 10 മിനിറ്റ് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇഡ്ഡലി തട്ടില്ല എന്നെങ്കിലും പ്രശ്നമൊന്നുമില്ല. നമുക്കല്ലാത്ത സ്റ്റീമറിൽ വെച്ചിട്ടായാലും ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് തേങ്ങ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അതാകുമ്പോൾ നമ്മളെ സ്വീറ്റ് ബോൾസ് റെഡിയാകുമ്പോൾ നമുക്ക് ഇതിലിട്ടൊന്ന് പൊതിഞ്ഞെടുക്കാം. അപ്പോൾ ഇത് ഓപ്ഷണലാണ്. പക്ഷേ തേങ്ങയോട് ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു സ്വാദ് കൂടി നമുക്ക് കിട്ടുമല്ലോ നമ്മളുടെ സ്നാക്കിന്. അപ്പോൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടെങ്കിൽ അതിൽ പൊതിഞ്ഞെടുത്താലും മതി കേട്ടോ നമ്മളെ സ്വീറ്റ് ബോൾസ്. ഞാനിപ്പോൾ നെയ്യിലിട്ടിട്ട് ഒന്ന് തേങ്ങ വറുത്തെടുത്തിട്ട് നമ്മളെ സ്വീറ്റ് ബോൾസ് റെഡിയാകുമ്പോൾ ഇതിലിട്ടൊന്ന് പൊതിഞ്ഞെടുക്കാമെന്ന് വിചാരിക്കുന്നു. 2 to 3 മിനിറ്റ്സ് മതി കേട്ടോ നെയ്യിലിട്ട് വറുത്തുന്നത്. നമ്മുടെ സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ചൂടോട് കൂടി തന്നെ നമ്മൾ തേങ്ങയിലിട്ടൊന്ന് പൊതിഞ്ഞെടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ നമ്മളുടെ തേങ്ങ അതിൽ പിടിക്കില്ല. അപ്പോൾ
ചൂടുണ്ട്. ഇപ്പോഴും നമ്മളെ സ്നാക്ക് നല്ല ചൂടുണ്ട്, അത്യാവശ്യം ചൂടോടുകൂടി തന്നെയാണ് ഇരിക്കുന്നത്. നമുക്കിത് ഇതേപോലെ തേങ്ങയിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൊതിഞ്ഞതിന് ശേഷം ഒന്ന് കൈ കൊണ്ടൊന്ന് അമർത്തി കൊടുക്കണം കേട്ടോ. അതാകുമ്പോൾ തേങ്ങ അതിൽ നന്നായി പിടിക്കും. ഞാൻ പറഞ്ഞല്ലോ ഇത് ഓപ്ഷണലാണ്, പക്ഷേ തേങ്ങയും ആ നെയ്യും കൂടി ചേരുമ്പോഴത്തേക്ക് നമ്മളുടെ സ്വീറ്റിന് ഒന്നുകൂടി ഒന്ന് സ്വാദ് കൂടും. അപ്പോൾ ഇത് ഒരുപാട് ദിവസമൊന്നും നമുക്ക് വെച്ചിട്ട് എടുക്കാൻ പറ്റില്ല കേട്ടോ, കാരണം പാലൊക്കെ ചേർക്കുന്നത് കൊണ്ട് പെട്ടെന്ന് ചീത്തയാവും. 1-2 ദിവസമൊക്കെ നമുക്കിത് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് ഉണ്ടാക്കി വെച്ചാലും നമുക്ക് ചിലപ്പോൾ യൂസ് ഇല്ലാതെ പോകും. ഫൈനലി നമ്മളുടെ സ്വീറ്റ് ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്ക് ഐറ്റമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂട്ടത്തിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു. ബൈ.